ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഗ്യാസിനൊക്കെ നല്ല വില കൂടുതലാണല്ലേ. ഓരോ ദിവസവും ചില സമയത്തൊക്കെ ഗ്യാസിന് റേറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ വില കൂടിക്കൂടി വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കിതിനായിട്ട് ഒരു സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു രൂപ പോലും ചെലവാക്കേണ്ട ആവശ്യം ഇല്ല. അതാദ്യമേ തന്നെ എടുത്ത് പറയുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു അടുപ്പാണ് സെറ്റ് ചെയ്ത് കാണിച്ച് തരുന്നത്. അടുപ്പെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 3 കഷ്ണം കല്ലുണ്ടെങ്കിൽ അടുപ്പ് റെഡിയാണ്, പിന്നെ എന്തിനാണ് ഇതുപോലത്തേക്ക് കാട്ടായം കാണിക്കുന്നതെന്ന്. അത് ഫുള്ള് വീഡിയോ കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 3 ഇഷ്ടിക കഷ്ണം ഒരു ചെറിയ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കേ, വലിയ ഭംഗിയൊന്നും ഇല്ലല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല പുത്തനൊന്നുമല്ല. നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴേ പുതിയത് വാങ്ങിക്കാതെ നേരെ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങാം. അവിടെ ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ളതെല്ലാം. ഇഷ്ടിക തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചെങ്കല്ല് മതി, അല്ലെങ്കിൽ കട്ടയില്ലേ, അതാണ് സിമന്റ് കട്ടയില്ലേ, അതാണെങ്കിലും മതി കേട്ടോ. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഇഷ്ടിക കഷ്ണങ്ങൾ അവിടെയായിട്ട് പൊട്ടിയതും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ വേഗം കൊണ്ടുവന്ന് അതങ്ങോട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലുള്ളവരെ വലുതായിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. എനിക്ക് പുതിയ ഇഷ്ടിക വേണമെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അവർക്കും ചിലപ്പോൾ അതങ്ങനെ കാശ് ചിലവല്ലേ. അപ്പൊ നമ്മളെപ്പോഴും കഴിവതും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് എടുക്കാം കേട്ടോ. 2 ലെയർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ 3ാമത്തെ ലെയർ വെക്കുമ്പോണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. മറ്റേതിൻ്റെ മീതൊക്കെ ഒന്ന് സ്റ്റാൻഡ് ബൈ പോലെ വെക്കുക. എന്നിട്ട് വേണം ബാക്കിയുള്ള കഷ്ണങ്ങൾ എല്ലാം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ രീതിക്കനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം. 2ാമത്തെ ലെയർ കഴിഞ്ഞിട്ട് 3ാമത്തെ ലെയർ വെക്കുമ്പോൾ മാത്രം ഇങ്ങനെയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ബോക്സ് പോലെ ആവണം, അത്ര മാത്രമേ ഉള്ളൂ. ഫുള്ളായിട്ട് ഞാനിവിടെ 6 ലെയർ, അതായത് താഴേന്ന് ഏറ്റവും മുകളിൽ വരെ 6 ലെയറേ കൊടുക്കുന്നുള്ളൂ. ഇതിലും കൂടുതൽ നമ്മൾ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഏറ്റവും മുകളിലേക്ക് ചൂട് വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും. മുകളിലേക്ക് പോകും തോറും ഇഷ്ടിക കഷ്ണങ്ങൾ നല്ല ഭംഗിയുള്ളതൊന്നും അല്ല കേട്ടോ. കാരണം നമുക്കിത് ഷോക്കേസിൽ വെക്കാനുള്ളതല്ല. നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു അടുപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിന് വലിയ ഭംഗിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് നിർബന്ധമില്ല. ഇനി നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ അടുപ്പ് റെഡിയാണ്. ദാ നോക്കിയേ, നടുക്ക് ഒരു ചെറിയൊരു കുഴൽ പോലെയാണ് ഗ്യാപ്പ് ഉള്ളത്. ദാ എൻ്റെ കൈ ഇപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ നമുക്കിങ്ങനെ ഒന്ന് കാണാം. ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിലുള്ള ഗുണമൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു 3 കഷ്ണം കല്ലാണെങ്കിൽ ഇത്രയും മെനക്കേടില്ല, പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത് ഇഷ്ടംപോലെ കാറ്റ് പുറത്തേക്കും അകത്തേക്കും പോവും. അപ്പം എന്ത് പറ്റും? നമ്മൾ വെക്കുന്ന വിറക് പെട്ടെന്ന് തന്നെ ആളിക്കത്തി അതങ്ങോട്ട് തീർന്നു കിട്ടും. വിറകിൻ്റെയൊക്കെ റേറ്റ് അറിയാലോ. വിറകടുപ്പ് വീട്ടിൽ കത്തിക്കുന്നവർക്ക് അറിയാം, അത്യാവശ്യം നല്ല പൈസയുണ്ട്. അപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടും. എന്നാലും നമ്മൾ പുറത്തുനിന്ന് ചിലപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉള്ള നല്ല പെട്ടെന്ന് കത്താൻ പറ്റിയ വിറകൊക്കെ വാങ്ങിക്കാറുണ്ട്. അതിനും 1 കിലോയ്ക്കൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു അടപ്പാണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ അധികം വിറക് വേണ്ട. കാര്യം ഇതിലേക്ക് എയർ സർക്കുലേഷൻ കുറവാണ്. അപ്പോൾ നമ്മൾ വെക്കുന്ന തീ പതുക്കെ ഇരുന്ന് നല്ല ചൂടുമായിരിക്കും. ഒരു ചെറിയ ഒരു കുഞ്ഞ് ബോക്സ് പോലെയാണ് അതിൻ്റെ അകത്ത് ഗ്യാപ്പ് ഉള്ളത്. പുറത്തേക്ക് എയർ പോകുന്നില്ല, അതുപോലെ അകത്തേക്കും കയറി വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അധികം വിറകിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. നമ്മൾ എന്താണെങ്കിലും ഗ്യാസ് ലാഭിക്കാനാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ അടുക്കള ഭാഗത്താണ് ഇതൊന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ 2ാമത്തെ വർഷമാണ് കസ്റ്റാർഡ് ആപ്പിൾ ഒന്ന് പൂത്ത് വരുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ ചക്ക, തേങ്ങ, മാങ്ങ അതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. ഇതുപോലത്തേക്ക് ആകുമ്പോൾ വളരെ റെയറാണ്. അതുകൊണ്ടിട്ടാണ് വെറുതെ ഒരു രസത്തിനൊന്ന് ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏതാണ്ട് ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഈ അടപ്പൊന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു പുകയൊക്കെ വരുമ്പോൾ അതിനും നല്ലതായിരിക്കും. ഈ മാങ്ങയൊക്കെ പൂക്കുന്ന സമയത്ത് പുകയൊക്കെ നല്ലതാണെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടപ്പൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്കൊന്ന് കാണണ്ടേ എങ്ങനെയാണ് ഇത് കത്തിക്കുമ്പോൾ പുക കൂടുതലുണ്ടാവുമോ, അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റിലേക്ക് തീ കത്തുവോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പം ഞാൻ കുറച്ച് ചിരട്ട ഇട്ട് കൊടുത്തു. എന്താണെങ്കിലും വീട്ടിൽ തേങ്ങ മേടിക്കാത്ത ആൾക്കാരുണ്ടാവില്ല, പറമ്പിലുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കും. അപ്പോൾ ആ ചിരട്ടയൊന്നും കളയാതെ ഇനി ഒന്ന് സൂക്ഷിച്ച് എവിടെയെങ്കിലും മാറ്റി വെക്കാം. 2 മടൽ കഷ്ണമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വിറകൊന്നും ഇല്ല. 2 കുഞ്ഞ് മടൽ കഷ്ണവും വെച്ച് കൊടുത്തു, കുറച്ച് ചിരട്ടയും ഇട്ട് കൊടുത്തു. ആദ്യം ഒന്ന് തീ ഒന്ന് പിടിച്ചു വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ചട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും
നമ്മുടെ കേരളത്തിലുള്ള വീട്ടമ്മമാരോട് പറയേണ്ട ആവശ്യമില്ല. കാര്യം എല്ലാവരും വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ അകത്തായിരിക്കും അടപ്പുണ്ടാവുന്നത്, അതിനും ഇഷ്ടം പോലെ വിറക് വേണ്ടി വരും. പുറത്ത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് അധികം വിറക് വരില്ല കേട്ടോ, വിറകിൻ്റെ ആവശ്യം വരില്ല. തീ ഇപ്പോൾ കത്തുന്ന കണ്ടില്ലേ, ഗ്യാസ് പോലും ചിലപ്പോൾ ഈ ഒരു ഫ്ലെയിമിൽ നമുക്ക് കത്തി കിട്ടിയെന്ന് വരില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെല്ലാം നേരത്തെ മുൻകൂട്ടി ഒന്ന് അടുപ്പിച്ച് വെക്കണം. ഉള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. ഗ്യാസിൽ വെക്കുമ്പോൾ നമ്മളങ്ങനെയല്ല, ചട്ടി വെച്ചു സിമ്മാക്കി ഇടും, എന്നിട്ടായിരിക്കും ഉള്ളിയൊക്കെ പൊളിക്കാനും അരിയാനൊക്കെ പോകുന്നത്. ഇതിനങ്ങനെ പറ്റില്ല കേട്ടോ, നമുക്ക് തീയൊക്കെ അണച്ച് കൊടുക്കാം, പക്ഷെ എന്നാലും ചൂട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൽ നിന്ന് വരും. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു മീൻ കറി ഒന്ന് റെഡിയാക്കാൻ പോവാണ് കേട്ടോ. എന്താണെങ്കിലും ഇതൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ള 6 പേരും കൂടി ഒരുമിച്ച് ഇതിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. നല്ലൊരു രസമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഇമ്പമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് വെച്ച് തന്നെ മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് ഒരു കപ്പയൊക്കെ വേവിച്ച് എല്ലാവരും കൂടെ ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാനൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ എല്ലാവരൊക്കെ ഒത്തുകൂടുമ്പോൾ ഫുൾ ഫാമിലി അങ്ങോട്ട് വിളിക്കുക, എന്നിട്ട് എല്ലാവരെയും കൊണ്ടുവന്ന് ഇതിൻ്റെ ചോട്ടിൽ അങ്ങോട്ട് ഇരുത്തുക, എന്നിട്ട് ഇതൊക്കെ കുക്ക് ചെയ്തോ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന മീൻ കറി നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ചെയ്യത്തില്ലേ, ചോറിനെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ആ ഒരു മീൻ കറിയാണ് ചെയ്യുന്നത് കേട്ടോ. കേരയാണ് ചെയ്യുന്നത്, അത്യാവശ്യം കട്ടിയുള്ള മീനാണ്. അപ്പോൾ തലേ ദിവസമേ ഒന്ന് വറ്റിച്ചിട്ടു കേട്ടോ, പുളിയും ഉപ്പൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ പുളിയെല്ലാം ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി തലേ ദിവസമേ ഒന്ന് വെച്ചു. മടല് കുറച്ച് കത്തി ആയിട്ടേ ഉള്ളൂ, എന്നിട്ടും തീ കണ്ടില്ലേ, പുക കുറവായിരിക്കും. നമുക്ക് കണ്ണിൽ നിന്ന് കുറേ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മസാലയൊക്കെ ഇട്ടൊന്ന് വഴറ്റുന്ന സമയത്ത് ഞാൻ കുറച്ച് തീ ഒന്ന് അടച്ചു കൊടുത്തു. ആ മടൽ 2 കൊട്ടം കൂടെ വെച്ച് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, തീ അങ്ങോട്ട് കിട്ടും. പക്ഷേ ഇപ്പോഴും കനലുണ്ട്, ചിരട്ട വെച്ചത് കൊണ്ടിട്ട് നല്ല കനലുണ്ട്, ചൂടുണ്ട്. അപ്പോൾ ഇനി ആ മസാലയൊക്കെ എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ ആ വെള്ളം ഒഴിച്ചു നേരെ മീൻ വിട്ടു. എന്നിട്ട് അങ്ങോട്ട് കുറച്ചുകൂടി തീ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പേപ്പർ ഒന്ന് കത്തിച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തീ വന്നു. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ വീണ്ടും തീ അങ്ങോട്ട് അണച്ചിട്ടു. അപ്പോൾ നമുക്ക് ഈ കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ എപ്പോഴും അടുത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കത്തിച്ചിട്ട് നമുക്കൊന്ന് പോയി വന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് അലക്കാനോ എന്തെങ്കിലുമൊക്കെ കഴിയുമ്പോൾ അത് വെന്ത് സെറ്റായിട്ട് ഇരിക്കും. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. പുതിയ കഷ്ണങ്ങളൊന്നും വേണ്ട, അല്ലാതെ നെറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്കിതുപോലെ ഒരു 6 ലെയറിൽ അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ സൈഡിൽ ആ ഒരു ചട്ടി ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞിക്കല്ല് കണ്ടില്ലേ, അങ്ങനെയൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ആരും പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് തന്നെ അറിയാം. ആ ഇളക്കുന്ന സമയത്ത് ചട്ടി ഇങ്ങനെ ഒന്ന് ആടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് സൈഡിലെ കല്ലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചേടാ വായിൽ വെള്ളം വന്നിട്ട് വയ്യ, തിന്ന ആളാണ് കേട്ടോ ഞാൻ, പക്ഷെ എന്നാൽ ഇത് കാണുമ്പോൾ നമ്മുടെ വായിലെ വെള്ളം വരും, അതാണ് അതിൻ്റെ ഒരു ഗുഡൻസ്. അപ്പോൾ എല്ലാവരും ചെയ്തെടുക്കുക. നല്ല കൊഴുത്ത ചാറാണ്. കപ്പേനെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. കപ്പയും മീനെന്നും പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അയ്യോ ഒരു രക്ഷയില്ല അല്ലേ. അപ്പോൾ ഈ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ അത്ര ഒരു രുചി നമുക്ക് തോന്നില്ല. പക്ഷേ കപ്പയും മീനെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പിടി വിട്ടു പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതൊക്കെ ഓൾറെഡി കഴിച്ച് കഴിഞ്ഞതാണ്, എന്നിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേഗം പോയിട്ട് പറമ്പിലേക്ക് പോയിക്കോ, ഇഷ്ടികയോ സിമൻറ്റ് കട്ടയോ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യുന്നേ. നമ്മളെല്ലാവരും കൂടെ ഒരു സന്തോഷമല്ലേ, ഫാമിലിയിലെ എല്ലാവരും ഒത്തുചേരുക. കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും. ഞങ്ങൾ വീട്ടിലിപ്പോൾ അച്ഛനമ്മ, ഞാൻ, ചേട്ടൻ, 2 കുട്ടീസ്, ഇത്രയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പുറത്ത് വെച്ചിട്ടുള്ള കുക്കിങ്ങും. കപ്പയും മീനും വാഴലയില്ല, അതുകൊണ്ട് ഈ ഒരു പേപ്പർ പ്ലാസ്റ്റിക് പ്ലേറ്റിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. വാഴ ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞതാണ്. വെട്ടിക്കളയുമ്പോഴേ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഉപകാരം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. വാഴ ഉണ്ടായ സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരുന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും ആസ്വദിച്ച് പുറത്തിരുന്ന് ഒരു ചൂട് കട്ടനൊക്കെ കൂടിയിട്ടാണ് ഇതൊന്ന് കഴിച്ച് എടുത്തത് കേട്ടോ. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്